നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇൻഷാ അള്ളാ, ഞങ്ങൾ ഡൽഹിയെ വധുവാക്കി മുംബൈയിൽ പാകിസ്ഥാൻ പതാക ഉയർത്തും. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കുപ്രസിദ്ധ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ഭീകരനായ ഇമ്രാൻ ലിയാഖത്ത് ഭട്ടി. റെസണൻസ് ന്യൂസിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തിൽ ലഷ്കറിന്റെ കസൂർ ക്യാമ്പിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഭീഷണി പ്രസംഗങ്ങൾ നടത്തിയത്. ഇൻഷാ അള്ളാ, ഒരു ദിവസം നമ്മൾ ഡൽഹിയെ നമ്മുടെ വധുവാക്കി മുംബൈയിൽ പാകിസ്ഥാൻ പതാക ഉയർത്തുമെന്നാണ് ഭട്ടി പറയുന്നത്. ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ മോചിപ്പിക്കുമെന്നും തീവ്രവാദി നേതാവ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടെ സപ്ത സഹോദരിമാരെ, അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചും അയാൾ വീമ്പിളക്കുന്നു. ഇന്ന് ലോകത്തിലെ അവിശ്വാസികൾക്ക് പാകിസ്ഥാനെ സഹിക്കാൻ കഴിയുന്നില്ല. അവർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുകയാണ്. പക്ഷെ അവർ ഇത് ഓർക്കണം, ഇന്നലെ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ വന്ന് അഫ്ഗാനിസ്ഥാനെ ഒരു ഒഴികഴിവായി ഉപയോഗിച്ചപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം പാകിസ്ഥാനായിരുന്നു. എന്നാൽ പാകിസ്ഥാനിലെ മുജാഹിദീനുകൾ നിങ്ങളെ നേരിട്ടപ്പോൾ റഷ്യ പോലും ശിഥിലമായി. നാറ്റോ ഇത് അപമാനത്തിന്റെയും കുപ്രസിദ്ധിയുടെയും തെളിവാണ്. ഈ പ്രദേശം വിട്ടുപോയതിന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. ശത്രുക്കളോട് ധൈര്യത്തോടെ പോരാടാൻ അറിയാവുന്ന രാഷ്ട്രമാണ് ഇത്. അല്ലാഹു തആലയുടെ സഹായവും പിന്തുണയുമുള്ള പാകിസ്ഥാൻ ഇതാണ് എന്നാണ് ഭട്ടി പറഞ്ഞു വയ്ക്കുന്നത്. കൂടാതെ കാശ്മീരിനെ കുറിച്ചും ഭട്ടി വാചാലനാകുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ഈ വേളയിൽ ഇന്നലെ ഉപഭൂഖണ്ഡം വിഭജിക്കപ്പെട്ടതുപോലെ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ അതിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു എന്ന സന്ദേശം ഇന്ത്യക്ക് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇൻഷാ അള്ളാ, കാശ്മീരും സ്വതന്ത്രമാകുന്ന സമയം വിദൂരമല്ല. ഗുജറാത്തും തിരിച്ചുപിടിക്കപ്പെടും. ഹൈദരാബാദും ഡെക്കാണും തിരിച്ചുപിടിക്കപ്പെടും. നിങ്ങളുടെ 7 സിസ്റ്റേഴ്സ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്വതന്ത്രമാകും. ഇൻഷാ അള്ളാ, ഡൽഹിയെ വധുവാക്കി പാകിസ്ഥാന്റെ പതാക ബോംബെയിൽ ഉയർത്തും. ഇൻഷാ അള്ളാ എന്നാണ് ഭട്ടി ഭീഷണി സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലുതും സജീവവുമായ ഇസ്ലാമിക ഭീകര സംഘടനകളിൽ ഒന്നാണ് ലഷ്കർ-ഇ-തോയ്ബ. 1990-ൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, സഫർ ഇക്ബാൽ എന്നിവർ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള മുരിദ്കയാണ് ഇതിന്റെ പ്രധാന ആസ്ഥാനം. നീതിമാന്മാരുടെ സൈന്യം അല്ലെങ്കിൽ ശുദ്ധരുടെ സൈനിക വിഭാഗം എന്നാണ് അർത്ഥമെങ്കിലും ഇതൊന്നും 7 അയലത്ത് തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വിഭാഗമാണ് ഇവർ. ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിച്ച് പാകിസ്ഥാനോട് ചേർക്കുകയോ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയോ ചെയ്യുക എന്നതാണ് ഇവരുടെ ആകെയുള്ള ഒരു ലക്ഷ്യം. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI സോഷ്യൽ മീഡിയയിലൂടെ വലയിലാക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായി സ്ലീപ്പർ സെല്ലുകളായി വളർത്തിയെടുക്കുന്ന നിരവധി യുവാക്കൾ ഇന്ത്യയിലുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിയും മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ താമസിക്കുകയും ചെയ്യുന്ന കൈത്തറി തൊഴിലാളിയായ അഷ്റഫ് ഡാനിയൽ, വെറും 23 വയസ്സ്. മുംബൈ കുർളയിലെ റെയിൽവേ ട്രാക്കിന് ചേർന്നുള്ള ചേരിയിൽ മാലിന്യം പെറുക്കി ജീവിക്കുന്ന സാജിദ് മെഹബൂബ് എന്ന 21 വയസ്സുകാരൻ. ദാരിദ്ര്യം കാരണം കുട്ടിക്കാലത്തെ തൊഴിൽ തേടി ഇറങ്ങേണ്ടി വന്ന UP ഗോരഖ്പൂർ സ്വദേശി കൃഷ്ണ മിശ്ര എന്ന 20 വയസ്സുകാരൻ. പഞ്ചാബിലെ അതിർത്തി ഗ്രാമമായ ഗുരുദാസ്പൂരിലെ കൗമാരക്കാരായ അമർജിത്തും കരൺജിത്തും സത്നാമും ഇവരിൽ ചിലർ മാത്രം. ഇവരെല്ലാം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും ജീവിക്കുന്നവരാണ്. എന്നാൽ ഇവർക്കിടയിൽ ഞെട്ടിക്കുന്ന ഒരു പൊതുഘടകമുണ്ട്. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI സോഷ്യൽ മീഡിയയിലൂടെ വലയിലാക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായി സ്ലീപ്പർ സെല്ലുകളായി വളർത്തിയെടുക്കുന്ന നിരവധി യുവാക്കളിൽ ചിലരാണ് ഇവർ. രാജ്യത്ത് നടക്കുന്ന പുതിയൊരു റിക്രൂട്ട്മെന്റ് രീതിയുടെ ചുരുളഴിക്കുകയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ATSഉം. തോക്കുകളേന്തി അതിർത്തിയിലെ വേലികൾ മുറിച്ചുകിടക്കുന്ന ഭീകരരുടെ കാലം മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ തെരുവുകളിലുള്ള കൗമാരക്കാരെ വെറും സ്മാർട്ട് ഫോണിലൂടെ റിക്രൂട്ട് ചെയ്ത് സ്വന്തം രാജ്യത്തിനെതിരെ തിരിക്കുകയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള നെറ്റ്വർക്ക്. ഈ ആസൂത്രിത നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കുപ്രസിദ്ധ പാക് ഗുണ്ടാത്തലവൻ ഷഹ്സാദ് ഭട്ടിയും കൂട്ടാളികളുമാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഈ വർഷം ജനുവരിയിലാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഭട്ടിയുടെ സഹായിയായ ഹമദ് മേമൻ UP സ്വദേശിയായ അഷ്റഫുമായി സൗഹൃദം സ്ഥാപിച്ചത്. മെസ്സേജുകളിലൂടെ വിശ്വാസം നേടിയെടുത്ത ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പ്രകോപനപരമായി സംസാരിക്കുന്ന ചില ക്ലോസ്ഡ് മെസ്സേജിംഗ് ഗ്രൂപ്പുകളിലേക്ക് ദാനിയലിനെ ഇവർ എത്തിച്ചു. വൈകാതെ തന്നെ പണം നൽകാമെന്ന വാഗ്ദാനത്തിൽ അഷ്റഫിന് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ടാസ്ക് നൽകി. ഭീവണ്ടിയിലെ നാർപോളി പോലീസ് സ്റ്റേഷന്റെ വീഡിയോ എടുത്ത് ഹമദ് മേമന് അയച്ചു കൊടുക്കുക എന്നതായിരുന്നു ആദ്യ ദൗത്യം. അഷ്റഫ് 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയച്ചു കൊടുത്തതിനു ശേഷം പാകിസ്ഥാൻ ഗുണ്ടാ സംഘ തലവൻ ആബിദ് ജട്ടിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള അടുത്ത ദൗത്യം നൽകി.
ആ ഫോട്ടോയുടെ 50 പ്രിന്റൌട്ടുകൾ എടുത്ത് തന്റെ പ്രദേശത്ത് പതിക്കാനും അതിന്റെ തെളിവായി ഒരു വീഡിയോ തിരികെ അയക്കാനും അഷ്റഫിനോട് ആവശ്യപ്പെട്ടു. മെയ് ആദ്യവാരത്തിൽ UP ഭീകരവിരുദ്ധ സ്ക്വാഡ് അഷ്റഫിനെ കണ്ടെത്തുകയും ഗോരഖ്പൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളുടെ വീട്ടിൽ നിന്ന് തോക്ക് കണ്ടെടുത്തതായും UPയിലെയും മറ്റു നഗരങ്ങളിലെയും പ്രധാന സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, ഔട്ട്പോസ്റ്റുകൾ എന്നിവ ആക്രമിക്കാൻ ഇയാളെ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ATS കണ്ടെത്തി. കൃത്യസമയത്ത് തകർത്ത ഈ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി 2025 നവംബർ 25-ന് ഗുരുദാസ്പൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഗ്രനേഡ് ആക്രമണം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ നീക്കത്തിന് ഉദാഹരണമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അമർജിത് സിംഗ് 19 വയസ്സ്, കരൺജിത് സിംഗ് 19 വയസ്സ്, സത്നാം സിംഗ് 22 വയസ്സ് ഇവരെയാണ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ഈ വർഷം ആദ്യം പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും അമൃത്സറിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതിലും സമാനമായ ഗൂഢാലോചന ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ഈ വർഷം ജൂലൈയിൽ രാജസ്ഥാനിലെ 20-ലധികം നഗരങ്ങളിൽ ATS സംഘങ്ങൾ റെയ്ഡ് നടത്തുകയും ക്രമസമാധാന നില തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിന് ഭട്ടിയുമായി ബന്ധമുള്ള 28 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. UP, മഹാരാഷ്ട്ര ATS ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പല കേസുകളിലും ഡ്രോണുകൾ ഉപയോഗിച്ച് അതിർത്തി കടത്തി ആയുധങ്ങൾ എത്തിക്കുകയും പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലെ യുവാക്കളെ പ്രലോഭിപ്പിച്ച് ഇവ കടത്താൻ ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് ഈ യുവാക്കളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രതികരിച്ച ഭട്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേസമയം 2023 ഓഗസ്റ്റ് മുതൽ അഹമ്മദാബാദിലെ സബർമതി ജയിലിൽ കഴിയുന്നതും സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് US അധികൃതർ അടുത്തിടെ കുറ്റം ചുമത്തിയതുമായ ഇന്ത്യൻ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയും തന്റെ സംഘത്തിലേക്ക് ആളെ ചേർക്കാൻ സമാനമായ സോഷ്യൽ മീഡിയ രീതികളാണ് ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തിയത്. അടുത്ത കാലത്തായി ഭട്ടിയുടെ എതിരാളിയായി സ്വയം നിലയുറപ്പിച്ച ബിഷ്ണോയ് ദേശസ്നേഹവും മതവുമാണ് യുവാക്കളെ ആകർഷിക്കാനുള്ള പ്രധാന മാർഗമായി ഉപയോഗിക്കുന്നത്. പണ്ട് സുഹൃത്തുക്കളായിരുന്ന തങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് പിരിഞ്ഞതെന്ന് ബിഷ്ണോയിയും ഭട്ടിയും അവകാശപ്പെടുന്നു. എന്നാൽ ഭട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ബിഷ്ണോയ് പ്രധാനമായും ഇന്ത്യക്കുള്ളിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പണം കൊള്ളയടിക്കാനാണ് ഇയാൾ പ്രധാനമായും യുവാക്കളെ ഉപയോഗിക്കുന്നതും. പിടിയിലായ യുവാക്കളുടെ പശ്ചാത്തലം പരിശോധിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവരിൽ ഭൂരിഭാഗവും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവരും പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരും മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമപ്പെട്ടവരുമാണെന്നാണ്. ഡെലിവറി ബോയ്സ്, കടകളിലെ ജീവനക്കാർ, ഫാക്ടറി തൊഴിലാളികൾ എന്നിങ്ങനെ തുച്ഛമായ വരുമാനമുള്ള ജോലികൾ ചെയ്യുന്നവരാണ് ഇവരിൽ പലരും. അഷ്റഫിനെ പോലെ ചിലർ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമണങ്ങളെക്കുറിച്ചോ ഉള്ള സംസാരങ്ങളിൽ വീണുപോയപ്പോൾ മിശ്രയെ പോലുള്ളവർ നിലവിലെ വ്യവസ്ഥയോട് അതൃപ്തിയുള്ളവരായിരുന്നു. എന്നാൽ ഇവരെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം മുൻകൂറായി ലഭിച്ച പണമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അടുത്തിടെ നടന്ന അറസ്റ്റുകളിൽ മഹാരാഷ്ട്ര ATSുമായി ഏകോപിപ്പിച്ച് ഡൽഹി പോലീസ് സ്റ്റേഷൻ സ്പെഷ്യൽ സെൽ മെയ് 28-ന് കുർളയിൽ നിന്നുള്ള സാജിദ് മെഹബൂബ് ഉൾപ്പെടെ രാജ്യമെമ്പാടുമുള്ള 8 യുവാക്കളെ പിടികൂടിയിരുന്നു. കുർള ഈസ്റ്റിലെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വാടക മുറിയിൽ താമസിക്കുന്ന സാജിദ് ചെറുപ്പത്തിലെ പിതാവും 15-ാം വയസ്സിൽ മാതാവും മരിച്ചതിനെ തുടർന്ന് മാലിന്യം പെറുക്കിയാണ് ഉപജീവനം നടത്തിയിരുന്നത്. അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ഭട്ടിയുടെ 2 സഹായികളായ റുണ ഹുനൈനും യാവർ ഖാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു റീലിന് സാജിദ് കമന്റ് ചെയ്യുകയും തുടർന്ന് ഇവർ സാജിദുമായി ബന്ധപ്പെടുകയുമായിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ച ശേഷം സാജിദിന് 25,000 രൂപ നൽകുകയും ഡൽഹിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സർക്കാർ കെട്ടിടങ്ങളെയും ആക്രമിക്കുക എന്ന ദൗത്യം നൽകുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ലഹരിക്ക് അടിമയായതിനെ തുടർന്നാണ് സാജിദിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്ന് ഇയാളുടെ അമ്മാവൻ ഇക്ബാൽ ഷെയ്ഖ് പറയുന്നു. സാജിദിനോടൊപ്പം അറസ്റ്റിലായ തൗഖീർ ഷെയ്ഖ് എന്ന 26 വയസ്സുകാരൻ തനിക്ക് ഇതേ ഉറവിടത്തിൽ നിന്ന് തന്നെ 21,000 രൂപ ലഭിച്ചതായി അധികൃതരോട് പറഞ്ഞു. ക്രെയിൻ ഓപ്പറേറ്ററായ തൗഖീർ മാതാപിതാക്കൾക്കൊപ്പം മുംബൈയിലാണ് താമസിക്കുന്നത്. തൗഖീർ ലഹരി വസ്തുക്കൾക്ക് അടിമയായിരുന്നുവെന്ന് ഇയാളുടെ പിതാവിന്റെ സഹോദരി ഷേർ ബാനോ പറഞ്ഞു. മറ്റൊരു യുവാവ് വഴി പരിചയപ്പെട്ട ഓൺലൈൻ കോൺട്രാക്റ്റിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് 21,000 രൂപ വന്നതായി അവൻ എന്നോട് പറഞ്ഞിരുന്നു. മിശ്ര ഉൾപ്പെടെ 17 പേരെ അറസ്റ്റ് ചെയ്ത UP ATS കേസിൽ മുഹമ്മദ് ഉമർ, ഫൈസാൻ എന്നിവരോട് ആബിദ് ജട്ടിനെ മഹത്വവൽക്കരിക്കുന്ന ഫോട്ടോകളും സന്ദേശങ്ങളും അടങ്ങിയ പോസ്റ്ററുകൾ പൊതുസ്ഥലങ്ങളിൽ പതിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. 5ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഉമറിനും ഫൈസാനും
12,000 രൂപ വീതമാണ് വാഗ്ദാനം ചെയ്തത് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സാധാരണയായി താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ളവരും മയക്കുമരുന്നിന് അടിമകളായവരും പണത്തിനും ഏതെങ്കിലും ഒരു ജീവിത ലക്ഷ്യത്തിനും വേണ്ടി പരക്കം പായുന്നവരുമായ യുവാക്കളാണ് ഇത്തരം കെണികളിൽ വീഴുന്നത്. ഇവരെ ദുബായിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്യുകയും സമൂഹത്തിന് മുന്നിൽ അവർ നായകന്മാർ ആകുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭട്ടിക്കെതിരെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ കമ്മീഷണർ അനിൽ ശുക്ല പറയുന്നത്. നായകന്മാരാക്കാമെന്ന വാഗ്ദാനമാണ് ഇവരെ വീഴ്ത്തുന്ന ഏറ്റവും വലിയ ആകർഷണമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷ്യമിടുന്നവരുടെ പ്രായക്കുറവ് ഒരു പ്രധാന ഘടകമാണെന്ന് ഉത്തർപ്രദേശ് ADGP അമിതാഭ് യശ് പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുവാവിനെ വലയിലാക്കിയാൽ അവരുടെ കൂട്ടത്തിലുള്ള മറ്റു യുവാക്കളെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു റഫറൻസ് അധിഷ്ഠിത സംവിധാനമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ADGP വ്യക്തമാക്കി. ഇരയാക്കപ്പെടുന്ന ഭൂരിഭാഗം യുവാക്കളും ദുർബലരും തങ്ങളെ സഹായിക്കാൻ കഴിയുന്നവരായി ഭട്ടിയെയും മറ്റുള്ളവരെയും കാണുന്നവരുമാണെന്ന് മഹാരാഷ്ട്ര ATS ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അവർ ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ വെറുതെ കമന്റ് ചെയ്തവരാകാമെന്നും തുടർന്ന് ഭട്ടിയും സംഘവും ഇവരെ ബന്ധപ്പെടുകയായിരുന്നുവെന്നും പറയുന്നു. ഗോരഖ്പൂർ സ്വദേശിയായ മിശ്രയുടെ ഉദാഹരണമാണ് ഒരു UP ATS ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നത്. പിതാവിന്റെ മരണശേഷം കുടുംബത്തിന് ലഭിക്കേണ്ട ഭൂമിയുടെ പങ്ക് നൽകാതിരുന്നതിനെ ബന്ധുവിനെതിരെ പോലീസ് സഹായിച്ചില്ലെന്ന ദേഷ്യത്തിലായിരുന്നു മിശ്ര. ഈ അനീതിക്ക് പകരം വീട്ടിത്തരാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഭട്ടിയുടെ സംഘം മിശ്രയെ വശീകരിക്കുന്നത്. ഇതിന് പകരമായി പ്രാദേശിക പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ഇയാൾക്ക് തോക്ക് നൽകുമെന്നും അറിയിച്ചു. ആക്രമണത്തിന്റെ വീഡിയോ പകർത്തി അയച്ചു കൊടുക്കാനായിരുന്നു മിശ്രയ്ക്ക് ലഭിച്ച നിർദ്ദേശം. മിശ്രയുടെ സഹായി എന്ന് കരുതപ്പെടുന്ന അഷ്റഫിൽ നിന്ന് നാടൻ 9 mm പിസ്റ്റളും വെടിയുണ്ടകളും മിശ്രയിൽ നിന്ന് .315 ബോർ നാടൻ പിസ്റ്റളും വെടിയുണ്ടകളും കണ്ടെടുത്തതായി ATS പറഞ്ഞു. അതേസമയം ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി സ്ത്രീകളെ പ്രലോഭിപ്പിച്ചതായി ഇതുവരെ ഏജൻസികൾക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. നിരാശരായ യുവാക്കളുടെ രക്ഷകരായി സ്വയം അവരോധിച്ചുകൊണ്ട് ഭട്ടിയും കൂട്ടാളികളും പോസ്റ്റ് ചെയ്യുന്ന ആകർഷകമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും റീലുകളുടെയും കമന്റ് ബോക്സുകളാണ് റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളായി മാറുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ പോസ്റ്റുകൾക്ക് വരുന്ന കമന്റുകൾ പരിശോധിച്ച് ഇന്ത്യയിലുള്ള എളുപ്പത്തിൽ സ്വാധീനിക്കാവുന്നവരെ ഭട്ടിയുടെ സംഘം കണ്ടെത്തുന്നു. അക്കൗണ്ടുകൾ പ്രാഥമികമായി പരിശോധിച്ച ശേഷം ഗുണ്ടാ സംഘം ഡയറക്റ്റ് മെസ്സേജുകൾ വഴി ഇവരെ ബന്ധപ്പെടുന്നു. ഇവരോടുള്ള ആരാധന കാരണം ഈ യുവാക്കൾ ആവേശഭരിതരാകും. ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ മറ്റ് അക്കൗണ്ടുകൾ പങ്കുവയ്ക്കുകയും ഒടുവിൽ ചെറിയ ടാസ്കുകൾ ഏൽപ്പിക്കുകയും ചെയ്യും. ചെറിയ ജോലികൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരെ വലിയ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ആയുധങ്ങളും വെടിപ്പോപ്പുകളും കൈപ്പറ്റാൻ ഡൽഹിയിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ യാത്ര ചെയ്യാൻ ഇവരോട് ആവശ്യപ്പെടും. ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനമാണ് ഇത്. ഒരു ടാസ്ക് അടുത്തതിലേക്ക് നയിക്കും. ആദ്യം പോസ്റ്റർ ഒട്ടിക്കാൻ പറയും, പിന്നീട് തീവെപ്പ് നടത്താൻ പറയും. അങ്ങനെ അത് തുടരുമെന്ന് UP ADGP യശ് പറയുന്നു. മുസ്ലിം മേഖലകളിൽ നിന്ന് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വ്യക്തമാകുന്ന യുവാക്കളെയാണ് ചിലർ ലക്ഷ്യമിടുന്നതെന്ന് മഹാരാഷ്ട്ര ATS ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭൂരിഭാഗം കേസുകളിലും ഇത്തരത്തിലുള്ള യുവാക്കൾക്ക് കൗൺസിലിംഗ് നൽകാറുണ്ടെന്നും ആർക്കും അപായം സംഭവിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് കൗൺസിലിംഗിന് ശേഷം വിട്ടയക്കുകയാണ് പതിവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. വിദേശത്തുള്ള സംശയാസ്പദമായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുൻകൂട്ടി നിരീക്ഷിച്ച് ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ഇത്തരം സംഘങ്ങൾ ലക്ഷ്യമിടുന്നതായി കാണപ്പെടുന്ന യുവാക്കളെ നേരിട്ട് സമീപിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പല കേസിലും ഇത്തരം അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രതികൾ 333, 666, 999 തുടങ്ങിയ നമ്പറുകൾ ഉൾപ്പെടുത്തി പുതിയ അക്കൗണ്ടുകൾ നിർമ്മിച്ച് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നത് തുടരുകയാണെന്ന് ഇതിലെ വെല്ലുവിളിയായി ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി. ദുബായിലും പാകിസ്ഥാനിലുമായി മാറി മാറി കഴിയുന്നതായി കരുതപ്പെടുന്ന ഭട്ടിക്കെതിരെ ബോംബ് നിർമ്മാണത്തിനും ഇന്ത്യ, ദുബായ്, US, കാനഡ എന്നിവിടങ്ങളിലേക്ക് അനധികൃതമായി ആയുധങ്ങളും വെടിപ്പോപ്പുകളും എത്തിച്ചതിനും കേസുകളുണ്ട്. ബലൂചിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗുണ്ടാ തലവൻ ഫാറൂഖ് ഗോഖറുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം. സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ വശീകരിക്കുന്നതിനു പുറമെ 2024 മാർച്ചിൽ പഞ്ചാബിലെ ജലന്ധറിൽ യൂട്യൂബർ റോസർ സന്ധുവിന്റെ വീടിനു നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രസ്താവനകളുടെ പേരിൽ 2024 നവംബറിൽ നടൻ മിഥുൻ ചക്രവർത്തിയെ ഭീഷണിപ്പെടുത്തിയതിലും ഭട്ടിക്ക് പങ്കുണ്ട്. ആബിദ് ചാൾ എന്നറിയപ്പെടുന്ന ജട്ട് സ്വയം ഒരു പാകിസ്ഥാൻ ഡോണായി ചിത്രീകരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും
ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പണം, തോക്കുകൾ, സോഷ്യൽ മീഡിയ റീച്ച് എന്നിവ വാഗ്ദാനം ചെയ്ത് യുവാക്കളെ ആകർഷിക്കാൻ ശ്രമിച്ചതിന് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെങ്കിലും FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള റാണ ഭായ് എന്നറിയപ്പെടുന്ന റാണ ഹുനൈനും ഈ സംഘത്തിലുണ്ട്. കൂടാതെ അജ്മൽ ഗുജ്ജർ, ഹമ്മദ് മേമൻ, അഷ്റഫ് ബഷീർ ആലം, ഉസൈർ, യാവർ ഖാൻ എന്നിവർ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള മറ്റ് ഗുണ്ടാ സംഘങ്ങളാണ്. യുക്രൈൻ-റഷ്യ യുദ്ധം മുതൽ ഇറാനും US-ഉം ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വരെയുള്ള ആഗോള സാഹചര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ചുകാലമായി ഇത്തരം പ്രവണതകൾ കണ്ടുവരുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ശത്രുരാജ്യങ്ങളിലെ യുവാക്കളെ ചെറിയ തോതിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുകയാണ് ഇതിന്റെ രീതി. അതൃപ്തരായ യുവാക്കളെ കണ്ടെത്തുകയും അവരെ സ്വാധീനിക്കാൻ വൈകാരികമായ വിഷയങ്ങൾ ഇളക്കിവിടുകയും മാത്രമാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മലയാളി വാർത്ത, ഇൻസൈറ്റ്.